നമസ്കാരം. തടിയന്റെ ഇവിടെ നസീറിനെ ജയിലിൽ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ നിന്നുകൊണ്ട് ജയിലിൽ നിന്നുകൊണ്ട് ജിഹാദ് നടത്താനും തീവ്രവാദ പ്രവർത്തനം നടത്താനും വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തി മൂന്നാളുകളെ കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കമുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള രണ്ടാളുകളുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇന്നലെ ന്യൂസ് 18 ചാനലിൽ ഒരു വളരെ വിശാലമായ ഒരു ചർച്ച നടക്കുന്നുണ്ടായി. ആ ചർച്ചയിലേക്ക് പല ആളുകളെയും ക്ഷണിച്ചിരുന്നു, ആരും വന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ആങ്കർ പറഞ്ഞത്. ഏതായാലും ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് രാഹുൽ ഈശ്വറാണ്, മറ്റൊന്ന് മുൻ NIA ഉദ്യോഗസ്ഥനാണ്, മറ്റ് രണ്ടുപേര് എന്ന് പറഞ്ഞാൽ വളരെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണ്. ഒന്ന് നമ്മുടെ നിഷ്പക്ഷൻ ശ്രീജിത്ത് പണിക്കർ, അതുപോലെ തന്നെ അതിനേക്കാൾ പച്ച നിഷ്പക്ഷനായിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ ഹാരിഫ് ഹുസൈൻ. ഇവരൊക്കെയാണ് ഏതായാലും ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. അതിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള മുസ്ലിം മത പണ്ഡിതര് അതല്ലെങ്കിൽ സംഘടനകള് ഇവരെ തള്ളിപ്പറയാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോ ഈ ചർച്ച നടക്കുന്നത്. ഏതായാലും ആ ചർച്ചയിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ, ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക, എന്നിട്ട് നമുക്ക് കൂടുതൽ പ്രതികരിക്കാം. പൊസിഷൻ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത്, ഈ നാട്ടിലുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയും അഭിപ്രായം പറയുന്ന നിരവധി സംഘടനകളുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പൊസിഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പിന്നെ രാഹുൽ ഈശ്വർ പറയുന്ന ആ ഒരു വാദത്തിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് കരുതിക്കോളൂ. അതായത് ഞങ്ങൾ ഇതിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാത്തത് എന്നുള്ളതാണ് ഈ സംഘടനകൾ പറയുന്നത്. ഏത് സംഘടനയാണ് ഇത് പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഈ മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു മതസംഘടന ഈ വിഷയത്തിൽ ഞങ്ങൾ അതിലില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാത്തത്, ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അവർ തള്ളി പറയുകയാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. രാഹുൽ ഈശ്വർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ജുഷ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല, പരസ്യമായിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല. നന്ദി. ഞാൻ തീവ്രവാദികൾക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇവിടെ. എക്സാക്ട്ലി അങ്ങനെയുള്ള മയ്യത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ സമയത്ത് നല്ല മതപഠനം നൽകണമെന്നത് ഡീറാഡിക്കലൈസേഷന്റെ ഒരു ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാതെ അവർക്ക് കിട്ടുന്ന മതപഠനം മോശമാണെന്നല്ലേ ഇതിനർത്ഥം? ആ മതപഠനം ആരാ കൊടുക്കുന്നത്? എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്? എത്ര കാലമാണ് അത് നടത്തുന്നത്? അപ്പൊ അതിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഇതിൽ പ്രതികരിക്കാത്തത്, മുസ്ലിം നേതാക്കന്മാര് എന്തുകൊണ്ടാണ് ഇവരെ തള്ളിപ്പറയാത്തത് എന്നൊക്കെയാണ്. നിഷ്പക്ഷക വേഷം കെട്ടിക്കൊണ്ട്, നിരീക്ഷക വേഷമൊക്കെ കെട്ടി നെഞ്ഞത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, ഞാൻ നിരീക്ഷകനാണ് കേട്ടോ, വലിയ നിരീക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ആരായിരിക്കണത്? പച്ച ചാണകങ്ങൾ. നിരീക്ഷക വേഷം കെട്ടി, നിഷ്പക്ഷ വേഷം കെട്ടിക്കൊണ്ട് ചാണകങ്ങൾ ഇങ്ങനെ ഇരിക്കുക. എന്തിനാ നിങ്ങള്? മുസ്ലിം നേതാക്കന്മാരെന്ത് ചെയ്തു? മുസ്ലിം സംഘടനകള് ഇത്തരത്തിലുള്ള തടിയന്റെ ഇവിടെ നസീറിനെ പോലുള്ള തീവ്രവാദികൾക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് ചോദിക്കുന്നത് ആരറിയോ? ചാണകങ്ങള്. ഇവിടെ ഇപ്പോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ളൂ ഇപ്പൊ ഒരു ന്യൂസ് വരാത്തത്. എന്താ നിങ്ങള്? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തു എന്ന് പറഞ്ഞാണ്ടേ സംഘികളെ പോസ്റ്റ് വരാത്തത് 2 ദിവസമായിട്ടുള്ളൂ നിന്നിട്ട്. ഒരു 10 ആൾക്കാരെ പേര് ഞാൻ അവിടെ എഴുതി വെച്ചിരുന്നു. അപ്പൊ ഈ അടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട 10 ആൾക്കാർ എന്തിനറിയോ? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തതിന്. ഇന്ത്യയുടെ രഹസ്യങ്ങള് പാകിസ്ഥാൻ ഒറ്റിക്കൊടുക്കുക. പാകിസ്ഥാൻ ഇന്ത്യയോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതന്നെ ഇന്ത്യയിൽ നിന്നുള്ള റേഷൻ കഴിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചെയ്തു കൊടുക്കുക. അത്തരത്തിലുള്ള തീവ്രവാദികൾ ഇവിടെ ഉണ്ട്. ആ തീവ്രവാദികളെ ഏതൊക്കെ ഹിന്ദു സംഘടനകളും അതിന്റെ നേതാക്കന്മാരും തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ആദ്യം ഈ ചാണകങ്ങളൊന്ന് പറഞ്ഞു തരട്ടെ അല്ലെ? ആദ്യം പോലെ അതാണല്ലോ പറയേണ്ടത്. ഞങ്ങളെ നേതാക്കന്മാര് ഞങ്ങളെ മതത്തിന്റെ പേര് ഉപയോഗിച്ചവിടെ നടക്കുന്ന ആളുകള് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തുകൊണ്ട് ഓലെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ഇതാക്കണ കേട്ടോളി പറഞ്ഞാണ്ട് കൂട്ടുകാരുണ്ട്. അത് ചെയ്യാതെ തടിയന്റെ ഇവിടെ നസീറിന്റെ പേരിൽ എന്ത് നടപടി എടുത്തതെന്നാ ചോദിക്കുന്നത്. ഈ ഒരു 10 ആൾക്കാരുടെ കേസ് മാത്രമല്ല, ഇതിപ്പോ ഞാനിപ്പോ എഴുതി വെച്ചാണ്. ഇപ്പൊ ഈ അടുത്ത ഒരാഴ്ച 2 ആഴ്ചന്റെ ഉള്ളിൽ വന്ന ആളുകളുടെ പേര് മാത്രം. പേര് ഞാൻ അവിടെ വായിക്കണില്ല. ജ്യോതി മൽഹോത്രയെ പോലുള്ള ആളുകൾ. ജ്യോതി മൽഹോത്ര ആരാന്നറിയില്ലേ? നമ്മളെ കേരളത്തിൽ വന്നിരുന്നു. ആ മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ നമ്മളെ കേരളത്തിൽ വന്നാണ് കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതാണ്.
ഏതായാലും കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള രഹസ്യങ്ങൾ എന്താ കിട്ടാനുള്ളത് എനിക്കറിയില്ല. പക്ഷെ വേറെ കുറെ രഹസ്യങ്ങൾ അവരെ കയ്യിൽ നിന്ന് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ദേവേന്ദ്ര സിംഗ്, പാലക്ഷർ മഹർഷി എന്നൊക്കെ പറയണ സ്വരാജ് മഹർഷി, അതുപോലെ തന്നെ സുഖ്പീറ്റർ സിംഗ്, കംബീർ സിംഗ്, അങ്ങനെ കുറെ സിംഗുകൾ, അതേപോലെ തന്നെ ദീപ് രാജ്, അഭിലാഷ്, ദേവേന്ദ്രകുമാർ, ദേവേന്ദ്ര ശർമ്മ. ദേവേന്ദ്ര ശർമ്മയൊക്കെ വ്യോമസേന ഉദ്യോഗസ്ഥനാണ്. അയാളൊക്കെയാണ് ഇവിടുന്ന് രഹസ്യം കൊടുത്തിട്ടുള്ളത്. ഇതിലെ തമാശ എന്താന്ന് വെച്ചാല് 5000 രൂപക്ക് രഹസ്യം ഒറ്റി കൊടുത്ത ആൾക്കാരുണ്ട്. 5000 രൂപക്ക് ഇന്ത്യയുടെ രഹസ്യം പാകിസ്ഥാൻ ഒറ്റി കൊടുത്ത ആളുകൾ. ഓൺലൈനിലൂടെ പാകിസ്ഥാൻ സുന്ദരിയുടെ ഒരു ചുംബനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റി കൊടുത്തു. അല്ലേ? ഇതൊക്കെ നമ്മൾ വായിച്ചല്ലേ, ന്യൂസിൽ വന്നാണ്, അല്ലാതെ നമ്മൾ പറയണല്ലോ. ഇവർക്കൊക്കെ എതിരെ എന്തൊക്കെ നടപടിയാണ് ഇവിടെയുള്ള ഹിന്ദു സമൂഹവും അതുപോലെ തന്നെ ഹിന്ദു മതപണ്ഡിതരും ഹിന്ദു മത നേതാക്കന്മാരും സ്വീകരിച്ചത് എന്നുള്ളത് ആദ്യം ഈ ചാണകങ്ങളൊന്ന് പറഞ്ഞുതരേ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം ഇവിടെയുള്ള മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും ഇവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അത്തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും എതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതുകൂടാതെ പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ വേറെ നടന്നിട്ടുണ്ട്, മുമ്പ് നടന്ന കാര്യങ്ങളുണ്ട്. അല്ലേ? നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരാണ്? ഏതെങ്കിലും മുസ്ലിമാണോ? അല്ല. നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തീവ്രവാദിയാണ് ആദ്യം നമ്മുടെ രാജ്യത്ത് വെടിവെച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നത്. ആ തീവ്രവാദിയെ ആരൊക്കെ ഇവിടുന്ന് തള്ളി പറഞ്ഞു? ഇപ്പോഴും ആ തീവ്രവാദിയുടെ ഫോട്ടോത്തിന് പൂവിട്ട് പൂജിക്കുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടില്? എന്നിട്ട് അവിടെ ആ രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് തടിയന്റെ ഇവിടെ നസീറിനെ എന്താണ് തടിയന്റെ ഇവിടെ നസീറിന്റെ മേലിൽ ഇവിടുള്ള മുസ്ലിം സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ബാബരി മസ്ജിദ് ധ്വംസനം നടന്നപ്പോ എത്ര ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നു, എത്ര ഹിന്ദു നേതാക്കന്മാർ വന്നു. ഹരിതറ അത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, നമ്മുടെ മതം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ ആരൊക്കെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞേരി. അതേപോലെ തന്നെ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ആരൊക്കെ അതിനെ തടയാനുണ്ടായിരുന്നു? അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ അല്ലേ? ഗുജറാത്ത് കലാപം, നമ്മുടെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്, മലേഗാവ് സ്ഫോടനം നടത്തിയത്. മലേഗാവ് സ്ഫോടനത്തിലൊക്കെ ആരാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണല്ലേ. എന്ത് നിലപാടാണ് ഇവിടെയുള്ള ഹിന്ദു സംഘടനകൾ ഹിന്ദു മത പണ്ഡിതന്മാർ സ്വീകരിച്ചത്? അവരെ തള്ളി പറഞ്ഞോ? ഇവരാരും ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതല്ല, അവരൊക്കെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. ആരൊക്കെ പറഞ്ഞു? ഒന്ന് പറഞ്ഞേര്, തെളിവേര്. അതേപോലെ തന്നെ ഇന്നും നമ്മുടെ നാട്ടിൽ നടന്നുകൊടുക്കണതാണ് ലവ് ജിഹാദ് വിഷയം പറഞ്ഞുകൊണ്ട്, ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, പച്ചക്ക് കത്തിക്കുക. അതേപോലെ തന്നെ ഗോമാംസം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഗോമാംസം കഴിച്ചതിന്റെ പേരിലും അത് സൂക്ഷിച്ചതിന്റെ പേരിലും എത്ര ദളിതരെ തല്ലിക്കൊന്നു, എത്ര ക്രിസ്ത്യാനികളെ തല്ലിക്കൊന്നു, എത്ര മുസ്ലിങ്ങളെ തല്ലിക്കൊന്നു. എന്താണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ഹിന്ദു മത പണ്ഡിതന്മാരും അതിലെടുത്ത നിലപാടെന്താ? പറഞ്ഞേരി. ആദ്യം ഇതൊക്കെ പറഞ്ഞേരി, എന്നിട്ട് ഞങ്ങള് കൃത്യമായിട്ട് പറഞ്ഞുതരാം തടിയന്റെ ഇവിടെ നസീറിനെ പോലുള്ള ആളുകൾക്കെതിരെ എന്ത് തരം നിലപാടാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും അതിന്റെ നേതാക്കന്മാരും സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇതൊക്കെ പറഞ്ഞുതരും. അല്ലാതെ ഒരു ചാനലിൽ ഇങ്ങനെ ഇരുന്നാണ്ട് ബാക്കിയുള്ള ഒരു സാധനത്തിന് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് മറ്റുള്ളത് ആരെങ്കിലും ഒറ്റ വ്യക്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇതിലെന്താണ് മുസ്ലിം സംഘടനകൾ ചോദിച്ചത്? ആദ്യം നിങ്ങൾ ഹിന്ദു സംഘടനകള് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ചെയ്ത ആ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതിൽ മുസ്ലിങ്ങളുടെ നിലപാട് എങ്ങനെയാണ്, മുസ്ലിം സംഘടനകളുടെ നിലപാട് ഇന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഈ വിഷയങ്ങളൊക്കെ വെച്ചാണ് ചർച്ച ചെയ്യും കേട്ടോ. ചുംബനത്തിന് വേണ്ടിയിട്ടും 5000 രൂപക്കും വേണ്ടിയിട്ടും ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത വിഷയങ്ങളൊക്കെ വെച്ചാണ്ട് വിശദമായ ഒരു ചർച്ച നടത്തും. എന്നിട്ട് ആ ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകളെയും വിളിക്കും. എന്നിട്ട് അപ്പോൾ അവിടുന്ന് ഒരു പറഞ്ഞുതരും എന്താണ് ഇതിൽ ഹിന്ദു സംഘടനകൾ എടുത്ത നിലപാടെന്നും തടിയന്റെ ഇവിടെ നസീറിനെ പോലുള്ള ആളുകൾക്കെതിരെ മുസ്ലിം സംഘടനകൾ എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അപ്പൊ പറഞ്ഞു കേട്ടോ. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. നന്ദി.